ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് കുറച്ച് സ്കിൻ കെയർ വിശേഷങ്ങളായാലോ. ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് സ്കിൻ കെയർ ആണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ പ്രോഡക്റ്റ്സ് ആണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വെയിലും പൊടിയൊക്കെ അടിക്കുന്നുണ്ട്, അപ്പോൾ സ്കിൻ അത്യാവശ്യം നല്ല ഡള്ളാവുന്നുണ്ട്. ഡോട്ട് ആൻഡ് കീയുടെ സിക്ക ഫേസ് വാഷാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ തന്നെ ഫേസ് സെറമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് 2 നേരം ഉപയോഗിക്കുന്നുണ്ട്, രാവിലെയും വൈകുന്നേരവും. ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് ശരിക്കും ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് മുഖത്ത് എങ്ങനെ തേക്കുന്നോ അതേപോലെയാണ്. സ്കിന്നിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആകുന്നുണ്ട്. യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഞാനിതിപ്പോൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് ചെറിയൊരു ഡിഫറൻസ് കാണുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഡോട്ട് ആൻഡ് കീയുടെ തന്നെ ലിപ് ബാമാണ്. ഇത് വാട്ടർമെലൻ്റെ ലിപ് ബാമാണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. യൂസ് ചെയ്ത് ഏകദേശം അത് തീരാനായിട്ടുണ്ട്. ഇത് ലിപ്പിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യേ. ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ലിപ് ബാം യൂസ് ചെയ്യുന്നത് നിർബന്ധമാണ്. അടുത്തത് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഡോട്ട് ആൻഡ് കീയുടെ തന്നെ വൈറ്റമിൻ സിയുടെ മോയ്സ്ചറൈസറാണ്. ഇത് കണ്ടോ, അതും യൂസ് ചെയ്തിട്ട് ഏകദേശം തീരാനായിട്ടുണ്ടായിരുന്നു. ഇതിന് നല്ലൊരു ഓറഞ്ചിൻ്റെ സ്മെല്ലാണ് ഉള്ളത്. ഇതും അത്യാവശ്യം നമുക്ക് എളുപ്പമാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർവ് ആകും. ആ സമയത്ത് ചെറിയൊരു ഷിമേഴ്സ് ഷെയ്ഡ് പോലെ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഞാൻ ഈ 2 സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് ഡോട്ട് ആൻഡ് കീയുടെ. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ്. ഇതും വാട്ടർമെലൻ്റെ ആണ്. ഷെയ്ഡ് നമ്പർ 03 ആണ്, സാൻഡാണ്. സൺസ്ക്രീൻ ആയതുകൊണ്ട് തന്നെ കുറച്ചേറെ ക്വാണ്ടിറ്റി നമ്മൾ എടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലേ കാര്യമുണ്ട്. പിന്നെ ഞാൻ ഫേസിൽ വേറെ ക്രീമൊന്നും ഇടുന്നില്ലാത്തതുകൊണ്ട് സൺസ്ക്രീൻ അത്യാവശ്യം കാര്യമായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഒരു ബോട്ടിൽ കുറച്ചൊക്കെ എക്സ്പെൻസീവാണ്. അപ്പോൾ ഒരുപാട് നമ്മൾ വാരി ഇടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബോട്ടിൽ മുതലാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 സൺസ്ക്രീൻ അതാണ് വെച്ചേക്കുന്നത്. ഇത് ഞാനിങ്ങനെ വേറെ ക്രീമൊന്നും ഇടുന്നില്ലാത്ത സമയത്താണ് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടോ, നമ്മുടെ സ്കിന്നിൽ ചെറിയൊരു ടിൻറ്റ് വന്നിട്ടുണ്ട് വേറെ ക്രീമൊന്നും ഇടാതെ തന്നെ. അപ്പോൾ നമുക്ക് സൺസ്ക്രീനുമായി അതേപോലെ തന്നെ ഒരു ക്രീം ഇട്ട ഫീലും ആവുമല്ലോ. അങ്ങനെയാണ് ഈ സൺസ്ക്രീൻ വരുന്നത്. അടുത്തത് ഡോട്ട് ആൻഡ് കീയുടെ തന്നെ വൈറ്റമിൻ C+Eയുടെ ബോഡി ലോഷനാണ്. ഇത് നല്ല മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. സ്കിന്നിനെ നല്ല മോയ്സ്ചറൈസ് ആക്കി വെക്കുന്ന ഒരു ബോഡി ലോഷനാണ്. കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഡോട്ട് ആൻഡ് കീയുടെ എല്ലാ പ്രോഡക്ട്സും സ്കിന്നിലേക്ക് നല്ല ഈസി ആയിട്ട് അബ്സോർവ് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്